ഒരുപാട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ് ബ്രോക്കലി. നല്ല ഫൈബർ കണ്ടൻറ്റും വൈറ്റമിൻസ് ഒക്കെ ഉള്ളതാണ്. സോ ഈ ഒരു ബ്രോക്കലിയും എഗ്ഗും യൂസ് ചെയ്ത് നമുക്കൊരു ബ്രോക്കലി എഗ് തോരൻ ഉണ്ടാക്കാം. അതിനായിട്ട് നന്നായിട്ട് കഴുകി എടുത്ത ബ്രോക്കലി, കുറച്ച് തേങ്ങ, ആവശ്യത്തിന് സവോള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉണക്കമുളക്, 2 മുട്ട, ഇത്രയും കാര്യങ്ങൾ മതി ഈ ഒരു തോരൻ ഉണ്ടാക്കാനായിട്ട്. സാധാരണ തോരൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു തോരൻ കറി ഉണ്ടാക്കാം. അതിനായിട്ട് പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ച സവോള ആഡ് ചെയ്യാം. കറിക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക്. പച്ചമുളകാണെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ചില്ലി ഫ്ലേക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം അതിൻ്റെ ഫ്ലേവറാണ്. നമ്മുടെ സവോളയ്ക്ക് ഒരു ചെറിയ ബ്രൗൺ കളർ ആകാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു ബ്രോക്കലി ഇതിലോട്ട് ആഡ് ചെയ്യാം. ബ്രോക്കലി നന്നായി കഴുകിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ്. ഒരു 5 മിനിറ്റ് മതി. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ മൂട മാറ്റി അതിലോട്ട് തേങ്ങ ആഡ് ചെയ്യാം. നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വേവിക്കാൻ അനുവദിക്കുക. ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 മുട്ട പൊട്ടിച്ച് അതിലോട്ട് ഉപ്പും കുരുമുളകും ആഡ് ചെയ്ത് ഇതേപോലെ നമുക്ക് പാനിലോട്ട് ആഡ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഈ എഗ്ഗ് നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം. ഇതുപോലെ ഇങ്ങനെ ചിക്കി എടുക്കണം. ലാസ്റ്റ് നമുക്കിതിലോട്ട് ഗാർണിഷിനായിട്ട് കുറച്ച് പെപ്പറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കാം. The tasty, healthy broccoli is ready. If you like this video, please subscribe. Thank you.